ഇപ്പം ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് ലോസ് ഏഞ്ചലസിൽ നിന്നും സാൻ ഫ്രാൻസിസ്കോയിലേക്ക് പോകുന്ന വഴിയാണ്. നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ പിറഭാഗത്ത് പസഫിക് മഹാസമുദ്രമാണ്. ഏകദേശം 6 മുതൽ 7 മണിക്കൂർ ഒരു സമുദ്രത്തിൻ്റെ ഇടത് ഭാഗത്തൂടെ ഡ്രൈവ് ചെയ്താണ് ഞങ്ങൾ ഈ സാൻ ഫ്രാൻസിസ്കോയിൽ എത്താൻ പോകുന്നത്. അപ്പം അതിനിടയ്ക്ക് ഒരു വീഡിയോ ഞങ്ങൾക്ക് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ സമുദ്രത്തിൻ്റെ ഒരു ഭാഗത്തിരുന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇട്ടിരിക്കുന്നത് ഞങ്ങൾ വന്ന ഭാഗത്ത് ലോസ് ഏഞ്ചലസിൽ ഭയങ്കര ചൂടായിരുന്നു. അപ്പം ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് തണുക്കാൻ തുടങ്ങി. ഏകദേശം 17 ഡിഗ്രിയാണ് ഇവിടുത്തെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ബ്രിട്ടനിൽ നടക്കുന്ന കലാപം നിങ്ങൾ വായിച്ചു കാണും. അത് വളരെ ഇൻസെയിൻ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതായത് സായിപ്പിനും മതിയായി. ഏകദേശം ഇനി അവിടെ ഇമിഗ്രൻസ് ആണെങ്കിലും അസൈലം സീക്കേഴ്സ് ആണെങ്കിലും മുന്നോട്ട് പോകുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടായേക്കുകയാണ്. അതേപോലെ തന്നെ അവർ മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ രണ്ടും കൽപ്പിച്ച് മുമ്പോട്ട് പോവുകയാണ്. എത്രയോ പള്ളികൾ അവർ അടപ്പിച്ചു. പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഈ പറയുന്ന പോലെ വളരെ ലോ ആൻഡ് ഓർഡർ ഡിസോർഡർ ആയിരിക്കുകയാണ്. ആ രീതിയിലാണ് ഓരോ ദിവസവും ഓരോ മണിക്കൂർ കഴിയുമ്പോൾ അവിടുത്തെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഉറപ്പായിട്ട് അത് ഇന്ത്യക്കാരെയും ബാധിക്കുന്നുണ്ട്. അപ്പം അതിനെപ്പറ്റിയാണ് ഞാനും വിക്ടറും തമ്മിൽ സംസാരിക്കാൻ പോകുന്ന വിഷയം. വിക്ടർ കണ്ടിട്ട് എന്ത് തോന്നുന്നു ബ്രിട്ടനിലുള്ള ഈ പറയുന്ന കലാപം? ഇതിന്റെ ഒരു രൂപരേഖ എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ കാണുന്നതിൻ്റെ മറ്റൊരു ചിത്രമാണ് നമ്മളിപ്പോൾ UK കാണുന്നത്. ഇപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ ആ ഒരു ചേരിത്തിരിവ് UK സംഭവിക്കുന്നുണ്ട്. ലണ്ടൻ മേയർ സാദിഖ് അങ്ങനെ എന്തോ ഒരു വ്യക്തിയാണ്, എന്തൊരു പാകിസ്ഥാൻ ഒറിജിൻ വ്യക്തിയാണ് പ്രൈം മിനിസ്റ്റർ. അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹം UK വലിയൊരു മുന്നേറ്റം നടത്തി. അവർ വർഗീയമായിട്ടുള്ള ഞാൻ മുമ്പും വീഡിയോസിൽ പറയുന്നത് അവരൊക്കെ നമ്മുടെ സഹോദരങ്ങളാണ്. പക്ഷേ അവർ സംഘടിച്ചൊരു രാഷ്ട്രീയ നിലപാടിലേക്ക് എത്തുമ്പോൾ ആ ഒരു ചിന്താഗതി മാറിപ്പോവാണ്. മറ്റുള്ളവരെ കാഫിറായിട്ട് കാണുന്ന, അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ് ഇപ്പോഴത്തെ അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോ ഒരുപക്ഷെ കേരളത്തിൽ നമ്മുടെ ഇസ്ലാമിക സഹോദരങ്ങളെ പറഞ്ഞു പിടിപ്പിച്ചിരിക്കുന്നത് ഇസ്ലാം വളരാണെന്നാണ്. പക്ഷെ ആഗോള തലത്തില് ഇസ്ലാമിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു അധപതനം അത് മനസ്സിലാക്കിയ രാജ്യങ്ങള് GCC, സൗദി ക്രൗൺ പ്രിൻസ് MBS, അല്ലെങ്കിൽ UAE നെഹിയാൻ, അൽ മക്തൂം, അല്ലെങ്കിൽ ഇന്തോനേഷ്യയിൽ നമ്മ ചെല്ലുമ്പോൾ അവിടെ കാഫിർ എന്ന പദം ഉപയോഗിക്കാൻ പാടില്ല. അതല്ലെങ്കിൽ ഒപ്പം തന്നെ വരുമ്പോൾ നമ്മൾ നാടൻ ഭാഷയിൽ പറയുന്ന പോലെ കുറെ മുസ്ലിമുകൾക്ക് നേരം വെളുത്തിരിക്കുകയാണ്. അവർക്ക് മനസ്സിലായി ഇതൊന്നും ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. യുഗം മാറി, സോഷ്യൽ മീഡിയ വന്നു, ആൾക്കാരെല്ലാവരും വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാട് എന്നുള്ളൊരു സ്ഥിതിയിൽ എല്ലാവരും മൈക്കെടുത്ത് സംസാരിക്കുകയാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് അപ്പുറത്ത് നിൽക്കുന്നവനെ എതിരാളി എന്ന് പറയാൻ, അന്യമതം അവൻ എൻ്റെ വിശ്വാസി അല്ലാത്തത് കൊണ്ട് അവനെ ഒരു എതിരാളിയായിട്ട് കാണുന്ന മനോഭാവം ഇനി കൊണ്ടു നടക്കാൻ പറ്റില്ല. അപ്പൊ ഇപ്പം നമ്മൾ UK പോവാം. UK കഴിഞ്ഞാൽ ഇപ്പം വളരെ ഇൻസൈൻ ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം അവിടെ ഒറ്റയ്ക്ക് പോലും ഒരു ബ്രിട്ടനിൽ അല്ലാത്തൊരു സായിപ്പ് അല്ലാത്ത നോൺ സായിപ്പിന് നടക്കാൻ പറ്റാത്ത സ്ഥിതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ചെറിയൊരു സ്ഥിതിയൊന്നും അല്ല ഇത്. ലണ്ടൻ സിറ്റിക്ക് ഉള്ളിൽ തന്നെ ഈസ്റ്റ് ഹാം അങ്ങനെയുള്ള കുറച്ച് ഏരിയകളിൽ ഇങ്ങനെ ഇസ്ലാമിക ബെൽറ്റ് ഉണ്ടായിരുന്നു. അവിടെ ചില സ്ട്രീറ്റുകളിൽ ഞാൻ സംസാരിച്ചിരുന്ന കുറച്ച് സായിപ്പുമാര് പല ചിന്താഗതിയാണ്. അവർ പറയും, അയ്യോ അങ്ങനെ വർഗീയമായി ചിന്തിക്കില്ല, അങ്ങനെ വർഗീയമായിട്ട് പറയില്ലേ. മുമ്പൊരു വെള്ളക്കായി സ്ത്രീ പറഞ്ഞത്, ഞാൻ ജനിച്ചു വളർന്ന തെരുവിലേക്ക് എനിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയും മാത്രം അവര് ഇപ്പൊ അതിന്റെ ഒരു തിരിച്ചടിയാണ് നടക്കുന്നത്. അപ്പൊ ഇപ്പൊ ഈ തിരിച്ചടി എന്ന് പറയാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല. കാരണം അവിടെ ജനിച്ചു വളർന്ന ഈ ബ്രിട്ടീഷ് സായിപ്പല്ലാത്തവരുടെ സ്ഥിതി വലിയ കഷ്ടമാകാൻ പോവുകയാണ്, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റി. കാരണം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ലീഡേഴ്സ് തന്നെ ഇപ്പം മുന്നോട്ട് വന്ന് പറയുകയാണ് എങ്ങനെയും ടോക്സ് നടത്തി ഇതൊരു മര്യാദയ്ക്ക് കൊണ്ടുപോകണം. കാരണം അവർക്ക് പോലും പേടിയായി തുടങ്ങി.
കാരണം യഥാർത്ഥ സായിപ്പിനെല്ലാം മതിയാക്കി അവൻ തിരിച്ചടിക്കാൻ തുടങ്ങി. ഈ സ്ഥിതിയിലോട്ട് കൊണ്ടുവന്നതിന്റെ കാരണക്കാരാണ്. ഇതിന്റെ ഇതെന്ന് പറഞ്ഞാൽ നമ്മള് ഇത്ര നാള് ഋഷി സുനക് അവിടെ വലതുപക്ഷക്കാരനായിരുന്നു. നമ്മളെല്ലാവരും വിചാരിച്ചിരുന്ന അതായിരിക്കും തീവ്രമായിട്ട് ഇസ്ലാമിനെ നേരിടാൻ പോകുന്ന ശക്തി. ഒരു ഹൈന്ദവ സഹോദരൻ ഇസ്ലാമിനെതിരെ തിരിയും, വലതുപക്ഷ ചിന്താഗതിക്കാരൻ തിരിയുമെന്നാണ് വിചാരിച്ചത്. എന്നാൽ അവിടെ ഇപ്പൊ വന്നിരിക്കുന്ന സ്ട്രീമർ ഇടതുപക്ഷ ചിന്താഗതിക്കാരനാണ്, അല്ലെങ്കിൽ ലേബർ പാർട്ടിയുടെ ആളാണ്. അദ്ദേഹമാണ് തിരിഞ്ഞിരിക്കുന്നത് എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ കാരണം. ഋഷി സുനക്കല്ല ഇത് ചെയ്ത, അല്ലെങ്കിൽ നമ്മുടെ അവരുടെ തീവ്ര വലതു ചിന്താഗതിക്കാരല്ല ചെയ്യുന്നേ. അപ്പൊ അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവിടെ ചില ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസി ആയിട്ട് ഒരു പേഴ്സണൽ ചാറ്റ് നടത്തിയപ്പോൾ അതിൻ്റെ അകത്ത് പോലീസുകാർ ഏകദേശം ഒരു ഗുജറാത്ത് ആകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഗുജറാത്ത് ആവാനായിട്ട് ഒരു പക്ഷേ അവിടുത്തെ നിയമം, ലോ എൻഫോഴ്സ്മെന്റ് നിയമപാലകര് സമ്മതിച്ചു. കാരണം അവർക്ക് അതിൻ്റെതായ അങ്ങനെ ഒരു ഇതിലേക്കൊരു വംശീയ കലാപമോ വംശീയ അധപതനോ സംഭവിക്കാൻ സാധ്യത വളരെ കുറവാണ്. UK പോലെയുള്ള ഒരു സ്ഥാനത്ത് അവിടെ പരസ്പര സംഭാഷണം ഇപ്പൊ ഇസ്ലാമിക സമൂഹത്തിലുള്ള നേതാക്കന്മാരും അപ്പുറത്ത് നിൽക്കുന്നവരായിട്ട് ഒരു സന്ധി സംഭാഷണത്തിലൂടെ അത് അങ്ങനെ ഒരു വംശീയ പക്ഷെ ഓരോ സിറ്റിയിലോട്ട് ഇത് വ്യാപിക്കുന്നുണ്ട്. നമ്മളിപ്പോ മുൻകാലങ്ങളിൽ നമ്മള് 90കളുടെ തുടക്കത്തിലൊക്കെ ഇന്ത്യയിൽ വർഗീയ കലാപം, അതല്ലെങ്കിൽ ഇപ്പൊ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയിൽ നടന്ന വർഗീയ കലാപം. എന്റെ പോയിന്റിലോട്ട് വരുന്നത് ഇന്ത്യ എന്ന് പറയുന്ന പോലെ രാജ്യമല്ല UK എന്ന് പറയുന്നത്. അപ്പൊ ആ രാജ്യത്തെ ഓരോ സിറ്റികളിൽ നിന്നും അവർ താമസിക്കുന്ന ഹോട്ടലിൽ കയറി അടിക്കുന്നു, അസൈലം അവർ അടിക്കുന്നു, അവർക്ക് റോഡിൽ കൂടെ നടക്കാൻ പറ്റുന്നില്ല. ആ രീതിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ സായിപ്പിന്റെ ഉദ്ദേശം എന്താണ് ഈ സംഭവം? അവര് മടുത്തു. അതായത് വലതുപക്ഷ തീവ്രത വർദ്ധിക്കുവാണത്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിന് വലതുപക്ഷമല്ല, ലേബർ പാർട്ടിയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പ്രധാനമന്ത്രി തന്നെയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം ഇപ്പോഴും പറയുന്നത് ഞാൻ പോലീസിന്റെ കൂടെയാണ്, നിയമപാലകരുടെ കൂടെയാണ്, ഞാൻ അവരെയാണ് പിന്തുണയ്ക്കുന്നത് എന്നാണ് ലേബർ പാർട്ടിയുടെ പ്രധാനമന്ത്രി ഇന്നലെ പറഞ്ഞത്. അപ്പോ ഈ ഒരു സാഹചര്യത്തില് ഇസ്ലാമിന് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സപ്പോർട്ട് അവിടെ ഉള്ള അവര് സംഘടിക്കുന്നു എന്നേ ഉള്ളൂ. അവര് സംഘടിച്ചാലും ഇപ്പൊ ഹൈന്ദവ ഈ ഇന്ത്യൻ പോപ്പുലേഷൻ ഉണ്ടല്ലോ, റിച്ചസ്റ്റ് ആണ് അവിടുത്തെ UK. സ്വാധീനം, രാഷ്ട്രീയ സ്വാധീനം, സാമ്പത്തിക സ്വാധീനം, അവരും സായിപ്പും കൂടി ചേർന്ന് കഴിഞ്ഞാല് ഗുജറാത്തിനേക്കാളും വലിയ കലാപം അവിടെ സംഭവിക്കും. ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് മത്സരിക്കുന്ന JD വാൻസ് പറഞ്ഞത് UK എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക രാജ്യമാകാൻ പോവുകയാണ്, അവരുടെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺസ് കിട്ടും. ഇതെല്ലാം പറഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടായേക്കുന്നത്. പക്ഷെ അങ്ങനെ രാഷ്ട്രീയമായിട്ട് അവർ JD വാൻസ് ഒരു പ്രസ്താവന നടത്തിയെങ്കിലും അത് ഇവിടുത്തെ ഒരു റിപ്പബ്ലിക്കൻസിനെ കൂട്ടിച്ചേർക്കാനായിട്ട് അത് UK എങ്ങനെ തള്ളിക്കളയാൻ പറ്റും? അമേരിക്കയിലുള്ള ന്യൂക്ലിയർ വെപ്പൺസ് ഒന്നും കിട്ടുന്നില്ല. അയാളുടെ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വാല്യൂ ഉണ്ട്. അദ്ദേഹം യൂറോപ്പിലും UK-ലും ഇന്ന് നടക്കുന്ന ആ ഒരു രാഷ്ട്രീയ സ്ഥിതി അല്ലെങ്കിൽ മതവിദ്വേഷം പരത്തിക്കൊണ്ടുള്ള, കാരണം ഇവർക്കൊന്നും യൂസ്ഡ് അല്ല. നമ്മൾ വെസ്റ്റേൺ വേൾഡിലേക്ക് വരുമ്പോൾ യൂറോപ്പിലോ അമേരിക്കയിലോ ഇങ്ങനെ മതവിദ്വേഷത്തിന്റെ പേരിൽ ജനങ്ങൾ മാറ്റി നിർത്തുള്ളൂ, ഇതും യൂസ്ഡ് അല്ല. അത് കൂടുതലായിട്ട് കൂടി വന്നപ്പോൾ അദ്ദേഹം ഒഹയോയിൽ ജനിച്ച ഒരാളാണ്, മിഡ് വെസ്റ്റ് ആണ്, അമേരിക്കൻ വൈറ്റ് മിഡ് വെസ്റ്റ് ആണ് JD വാൻസ്. അദ്ദേഹം ഇത് സൂക്ഷ്മമായി വീക്ഷിച്ച അദ്ദേഹത്തിനുണ്ടായ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ആള് ഇങ്ങനെ ഒരു പ്രസ്താവന. ഇത് ഇവിടേക്കാണ് പോകുന്നത്. നമ്മൾ എന്ന് പറയുന്നത് നമ്മ വരുന്നത് ഈസ്റ്റിൽ നിന്നാണ്. ഇന്ത്യ പോലുള്ള രാജ്യത്താണ് നമ്മൾ അവിടെ എല്ലാം. ഇപ്പൊ പ്രത്യേകിച്ച് കേരളത്തിന് എടുക്കുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നേരിട്ട് പറഞ്ഞും കണ്ടും അനുഭവിച്ചും വളർന്നവരാണ്. അപ്പോ JD വാൻസ് വേറൊരു ഇതിന്ന് ആ ഒരു ഇതിനെ പറയുന്നു. ഇപ്പൊ നമ്മള് ഇതിനകത്ത് കൺക്ലൂഡ് ചെയ്യേണ്ട ഒരു പാർട്ടുണ്ട്. വിക്ടർ ഉദ്ദേശിക്കുന്നുണ്ട് ഇതോടുകൂടി ബ്രിട്ടനിലോട്ടുള്ള ഇമിഗ്രേഷൻ ഏതാണ്ട് നിലയ്ക്കുന്ന സ്ഥിതിയിലോട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഇമിഗ്രേഷൻ റിസ്ട്രിക്ഷനൊക്കെ ഉള്ളപ്പോ തന്നെ നിബന്ധനകൾ കൊണ്ടുവന്നു. ഈ ഒരു ഏതൊരു കരീബിയൻ രാജ്യം, ഞാൻ ആ രാജ്യത്തിന്റെ പേര് പറഞ്ഞു, റുവാണ്ടയിലേക്ക് ഒരു ഡീല് നടത്തി. 260-300 ആൾക്കാരെ കൊണ്ടുപോയി അവിടെ ആക്കാനായിട്ട് ഋഷി സുനക് ഒരു ഡീൽ ഉണ്ടാക്കി. അതെ, പുതിയ ഗവൺമെന്റ് ടെർമിനേറ്റ് ചെയ്തു. കാരണം അത് വലിയൊരു മനുഷ്യാവകാശ, അത് ഇമ്മാനുവൽ മാക്രോൺ ചെയ്തു. ആ ഒരു പ്രൊഫസറിനെ കഴുത്തു വെട്ടി കൊന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. 250 ആൾക്കാരെ കൊന്നു. അന്ന് അബുദാബി ക്രൗൺ പ്രിൻസ് നെഹിയാൻ അതിനെ സപ്പോർട്ട് ചെയ്തു. UAE, മിഡിൽ ഈസ്റ്റ് സപ്പോർട്ട് ചെയ്തു. അന്ന് ഒരേ ഒരു വ്യക്തി അതിനെ പിന്തുണയ്ക്കാതിരുന്നത് എർഡോഗനാണ് പ്രസ്താവന നടത്തിയത്.
എർഡോഗൻ പ്രസ്താവന നടത്തിയത് ഫ്രാൻസിന്റെ സാധനങ്ങൾ വാങ്ങാതിരിക്കുക എന്നുള്ള ഒരു ഇതിലേക്ക് വന്നു. അപ്പൊ സപ്പോർട്ടുമായി വന്നത് അൽ നഹിയാനാണ്, മെക്രോന്റെ സുഹൃത്താണ് അൽ നഹിയാൻ. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയുള്ള പ്രസ്താവനകൾ എർഡോഗൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇസ്ലാമിന്റെ ഉള്ളിൽ ഒരു വലിയൊരു ഒരു അവബോധം വളർന്നു വരുന്നത്. അത് GCC, UAE, ദുബായ് അല്ല, അൽ നഹിയാൻ തന്നെ, അബുദാബി വലിയൊരു കുതിച്ചുചാട്ടാണ്. അതെ, റിഫോംസ്. അവിടെ ആര് വേണമെങ്കിലും പള്ളി നടത്തിക്കോ, ആര് വേണമെങ്കിലും വേറെ ക്രൈസ്തവ പള്ളികളോ ഹിന്ദു. അബുദാബിയിൽ സിദ്ധി വിനായക അമ്പലം പണിയാനായിട്ട് മോദിജിക്ക് അനുവാദം കൊടുത്തു. പിന്നെ MBS, UAEയോ കുവൈറ്റോ ബഹ്റിനോ ഖത്തറോ കണ്ടേക്കാളും വലിയ ഓപ്പൺ ആവാൻ പോവാണ് സൗദി അറേബ്യ. സൗദി അറേബ്യ അതിലും വലിയ ഓപ്പൺ ആവാൻ പോവാണ്. നമ്മൾ അതിനൊക്കെ സമ്മതിക്കണം. അവരുടെ ആ ഒരു പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവരിത്രയും ചെയ്യുന്നു ഇസ്ലാമിനെ. കാരണം അവിടെയൊക്കെ ഇത്ര തീവ്ര ചിന്താഗതികൾ ഇസ്ലാമിസ്റ്റുകളുണ്ട്. അത്തരം തീവ്രതയിൽ നിന്നിട്ട് അത് ഓപ്പൺ ആക്കി കൊടുക്കാണ്. പക്ഷെ ചില രാജ്യങ്ങളിൽ നിന്നും ഇപ്പൊ ഒരു 54-60 രാജ്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങൾ ഇൻഫ്ലുവൻസ് ഉള്ളതുണ്ട്. അതിൽ വളരെ ചുരുക്കം ഒരു 5-6 രാജ്യങ്ങളാണ് ഇന്നും തീവ്ര നിലപാടായിട്ട് നടക്കുന്നുള്ളൂ. ബാക്കി രാജ്യങ്ങളൊക്കെ അവർക്കൊക്കെ നേരം വെളുത്തു എന്ന് പറയുന്ന മാതിരി ഒരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഉദ്ദേശിക്കുന്നത് ഇപ്പം ബ്രിട്ടനിലൊരു നല്ലൊരു ഒരു ഈ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങി ഒരു ചേഞ്ച് ഉണ്ടാകുമെന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും. ഇനിയിപ്പോ നമ്മളിപ്പോ കേരളത്തിൽ നിന്ന് വരുന്ന മതേതരത്വം നമ്മുടെ വലിയൊരു ഇതാണല്ലോ. അത് UK അവർക്ക് സന്ധി സംഭാഷണമാണ് അവരുടെ മുമ്പിലുള്ള ഏക വഴി. സന്ധി സംഭാഷണം നടക്കുമെന്ന് തന്നെയാണ്. അതിലൊക്കെ ഈ 2 വിഭാഗത്തിലും ആൾക്കാരുണ്ടാവും. സന്ധി സംഭാഷണങ്ങൾ നടത്തിയത് നമുക്കൊരു ഒത്തുതീർമയിൽ ഒരുമിച്ച് പോകാം എന്ന്. മറ്റു വംശീയ കലാപങ്ങൾ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തിരി കൂടിയും, കാരണം ഭൂരിപക്ഷം മടുത്തിരിക്കുകയാണ്. അതാണ് അതിന്റെ കാരണം. അതെ. അപ്പം ഈ ഒരു ടോപ്പിക് ഇതോടുകൂടി അവസാനിക്കുകയാണ്. അടുത്ത ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. നമസ്കാരം.